Hi friends, Tech and Mood മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ COVID-19 ഇതുപോലെ ഇത്രയും കൂടി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ എല്ലാവരും വാക്സിൻ എടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നമുക്ക് വാക്സിനേഷൻ്റെ അവൈലബിലിറ്റി കുറവുണ്ട്. അതുപോലെ തന്നെ എല്ലാ സെൻറ്ററുകളിലും നമുക്ക് എല്ലാ ദിവസവും തന്നെ ഇല്ല. മെയിനായിട്ട് ബുക്ക് ചെയ്യുന്നത് CoWIN.government.in എന്നുള്ള ഈ സൈറ്റിൽ കൂടിയാണ്. നമ്മൾ ആരോഗ്യ സൈറ്റ് വഴി ആപ്പ് ബുക്ക് ചെയ്താലും നമ്മൾ ഉമാങ് ആപ്പ് വഴി ബുക്ക് ചെയ്താലും നമുക്ക് അവസാനം എത്തുന്ന അല്ലെങ്കിൽ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു പരിപ്പെട്ടവരെല്ലാം തന്നെ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളവർക്ക് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ നമുക്ക് വിശദമായ ഒരു വീഡിയോ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വാക്സിൻ്റെ അവൈലബിലിറ്റി അറിയാൻ വേണ്ടി നമുക്ക് സൈറ്റിൽ സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാം. പിൻ നമ്പർ വെച്ച് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയാലും നമുക്കറിയാൻ സാധിക്കും. നമ്മൾ ഓൾമോസ്റ്റ് എവിടെ നോക്കിയാലും നമുക്ക് വാക്സിൻ നമുക്ക് അവൈലബിൾ ആയിട്ടൊരു സ്ലോട്ട് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോൾ നോക്കിയാലും ഇത് ബുക്ക്ഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുക. അവൈലബിലിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ഒരു പക്ഷേ ഇത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് എങ്ങനെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു കാര്യം അറിയാൻ സാധിക്കും, അതിനെന്ത് ട്രിക്കുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയ ചെറിയ ഹാക്സ്, ആ ഒരു രണ്ടു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കും നമ്മുടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനുള്ളവരാണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേറ്റ് അനുസരിച്ച് ഒരാൾക്ക് ഒരു ടൈമിൽ അങ്ങനെയാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മുമ്പത്തെ ആണെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടിൽ ഒരു മൊബൈൽ നമ്പർ തന്നെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ തന്നെ 4 പേര് ആഡ് ചെയ്യായിരുന്നു. ആ 4 പേർക്കും ഒരേ സമയത്ത് നമുക്ക് വാക്സിൻ ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ 4 പേരെ ആഡ് ചെയ്താൽ പോലും അപ്പോയിൻമെന്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടി നമുക്കറിയാം, നമ്മളിത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പിൻ നമ്പർ വെച്ച് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വെച്ച് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് സെർച്ച് ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്ക് പർട്ടിക്കുലർ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇപ്പോൾ എറണാകുളം നോക്കാം. സോ നമുക്കിവിടെ കാണാം ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലായിടത്തും തന്നെ ബുക്ക്ഡ് ആണ്. ഇനി നമുക്ക് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് പർട്ടിക്കുലറായിട്ട് വേണ്ടത് എന്നുള്ളത് നമുക്കിപ്പോൾ 80+ ആണെങ്കിൽ 45+ ആണെങ്കിൽ കോവിഷീൽഡ് ആണെങ്കിൽ കോവാക്സിൻ ആണെങ്കിൽ ഇപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വാക്സിൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ കാണിക്കുന്ന സെൻറ്ററുകൾ അത് ഏത് സമയത്ത് അവരുടെ സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമുണ്ട്. നമുക്ക് ആ സമയം അനുസരിച്ച് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വാക്സിനേഷൻ ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. ഇനിയിപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഡെയിലി ഇത് നോക്കിക്കൊണ്ടിരിക്കണം, ഇതേ സമയത്താണ് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങളെ പരിചയമുള്ളവർ വേണം. എന്നാൽ പോലും ഇപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ സെൻറ്ററുകളിലൊക്കെ ഈ ഒരു വാക്സിനേഷൻ ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്ലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയമൊക്കെ കണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക അനുസരിച്ച് ബുക്ക് ചെയ്യുക അതൊന്നും അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ വാക്സിനേഷൻ ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്ന നമുക്ക് ഇന്ന സമയത്ത് ഇന്ന സൈഡിൽ അല്ലെങ്കിൽ ഇന്ന സെൻറ്ററിൽ നമുക്ക് സ്ലോട്ട് അവൈലബിൾ ഉണ്ട്, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള നോട്ടിഫിക്കേഷൻ തരുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമ്മളെ വാക്സിൻ ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അതിന് നോട്ടിഫിക്കേഷൻ തരിക ഇന്ന സമയത്ത് അവൈലബിൾ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അതൊക്കെ വളരെ പ്രയാസം നിറഞ്ഞൊരു പരിപാടി തന്നെയാണ്. ഇനി കണ്ടുപിടിച്ചാൽ പോലും അത് കൃത്യമായിട്ട് അവർ അതിൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ തരിക അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പേയ്മെന്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്ലോട്ടിന്റെ അവൈലബിലിറ്റി മറ്റ് സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെ അവർക്കത് അറിയാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ നമ്മുടെ കോവിൻ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോവിൻ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പൺ API. ഇത് ഓപ്പൺ ചെയ്യുന്നത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ റൺ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ലീഗലായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസ് വെച്ചാണ് ബാക്കിയുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇതിനു വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. അവർ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഏത് സമയത്ത് ഏത് സ്ലോട്ടിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് അതിനെപ്പറ്റി ഇവർക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചോളം കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത അല്ലെങ്കിൽ കോഡിംഗ് ഒന്നും അറിയത്തില്ലാത്തവർക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി റൺ ചെയ്യുക ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. under45
.in എന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര്. നമ്മൾ അണ്ടർ 4514 നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ടെലഗ്രാം വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് റിസൾട്ടിൽ അല്ലെങ്കിൽ അണ്ടർ 45.in എന്നുള്ള റിസൾട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ സ്റ്റേറ്റിനും അതുപോലെ ആ സ്റ്റേറ്റിന്റെ അനുസരിച്ച് ഡിസ്ട്രിക്റ്റിനും സെപ്പറേറ്റ് നമുക്കിപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. സോ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിലേക്കും ഒരു ടെലഗ്രാമിൻ്റെ ഒരു ലിങ്ക് നമുക്ക് ലഭിക്കും. സോ അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെലഗ്രാം ആപ്ലിക്കേഷൻസ് അത് മൊബൈലിൽ അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റാണെന്നുള്ളതിന് നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. നമുക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചാനൽ അടിച്ച് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചാനൽ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ചാനലിൽ നമുക്ക് ആ ഡിസ്ട്രിക്റ്റിൽ എത്ര സെൻറ്റേഴ്സ് ഉണ്ട്, എത്ര വാക്സിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ ലിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈമിങ്ങിൽ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോവിൻ സൈറ്റ് ലോഗിൻ ചെയ്ത് നമ്മുടെ ആർക്കാണോ വാക്സിനേഷൻ നമുക്ക് എടുക്കേണ്ടത്, നമുക്ക് ആർക്കാണോ ബുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് അല്ലെങ്കിൽ പിൻ നമ്പർ വൈസ് അത് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് സെർച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അല്ലെങ്കിൽ പിൻ നമ്പർ അറിയാമെങ്കിൽ അടുത്ത സെൻറ്റർ അറിയാമെങ്കിൽ നമുക്ക് പിൻ നമ്പറിലോ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ എറണാകുളമാണ് ഡിസ്ട്രിക്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് 80+ ആണോ 40+ ആണോ നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുക. നമുക്ക് മെയിനായിട്ട് കോവിഷീൽഡും കോവാക്സിനും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് താഴെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മഞ്ഞ കളറിലോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ വാക്സിൻ ബുക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. അടുത്ത സെഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ കപ്പാച്ച ചോദിക്കും. ഈ കപ്പാച്ച പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വാക്സിൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം താഴെ നമ്മൾ ഈ സെൻറ്ററുകൾ കാണിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു സെൻറ്റർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത സെൻറ്ററിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ ടെലഗ്രാമിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. കാരണം ഇവിടെ നമ്മൾ ഈ 80+ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഡേറ്റ മാറില്ല. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ സെൻറ്റർ അതിൻ്റെ സ്ലോട്ട് തുറക്കുന്ന അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വീണ്ടും സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പുതിയ ഡേറ്റ നമ്മൾ സെർവറിൽ നിന്ന് ഇവിടെ അപ്ഡേറ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ താഴത്തെ ഡേറ്റ മാറില്ല, പുതിയ സ്ലോട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തതിലേക്ക് നോക്കണമെങ്കിൽ നമ്മൾ വീണ്ടും സെർച്ച് ചെയ്തിട്ട് വീണ്ടും പുതിയ ഡേറ്റ് അല്ലെങ്കിൽ പുതിയ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഈ സ്ലോട്ട് ഓപ്പൺ ആയി വരുന്നതും അതുപോലെ തന്നെ ഇത് ബുക്ക് ചെയ്യുന്നതും ഒരുപാട് ആൾക്കാർ നോട്ടിഫിക്കേഷൻ വന്ന് ഇത് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മളിത് ബുക്ക് ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് വാക്സിൻ ബുക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ ഒന്നാമത്തെ രണ്ടാമത്തെ ശ്രമം കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് സക്സസ് ആയി എന്ന് വരില്ല. നമുക്ക് പക്ഷേ നമുക്ക് 2-3 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ 2-3 പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്ലോട്ട് തുറക്കുക, ഇത് ബുക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങളായിട്ട് ഐഡിയ കിട്ടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ വാക്സിൻ ബുക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു ബുക്കിംഗ് അവൈലബിൾ ആയിട്ട് കിട്ടി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കപ്പാച്ച എൻ്റർ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് വളരെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ നോക്കുക. എങ്കിലും പല സമയത്ത് നമ്മൾ എൻ്റർ ചെയ്തതിലും ചിലപ്പോൾ ഇൻവാലിഡ് എന്ന് പറയും. പലപ്പോഴും നമുക്കൊരു ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് കാരണം നമുക്ക് ഉമാങ്ക് ആപ്ലിക്കേഷൻ വഴി നമ്മളിത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ കപ്പാച്ച ചോദിക്കില്ല. പക്ഷെ അതിൻ്റെ അകത്തും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ 15 മിനിറ്റത്തെ ഒരു സെഷൻ ടൈം ഔട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം നോക്കി അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തും ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് നമ്മളെ ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ കോവിൻ ബ്രൗസർ വഴി നമുക്ക് വാക്സിനേഷൻ ബുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അതല്ലാതെ തന്നെ പല സെൻറ്ററുകളിലും നിങ്ങളുടെ അടുത്തുള്ള മേ ബി PHSC അതുപോലെ തന്നെ അംഗൻവാടി അങ്ങനെയുള്ള സെൻറ്ററുകളിൽ ഇതിൽ നമ്മുടെ സൈറ്റിൽ കാണിക്കാത്ത അല്ലെങ്കിൽ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ദിവസങ്ങളിൽ പോലും നമുക്ക് വാക്സിനേഷൻ നടക്കാറുണ്ട്. അപ്പോൾ ഈ വാക്സിനേഷൻ എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ഇവരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്കറിയാൻ സാധിക്കും ഏതൊക്കെ ദിവസമാണ് ഏതൊക്കെ ഡേറ്റിലാണ് ഇത് നമുക്ക് വാക്സിനേഷൻ ഉള്ളതെന്ന്. അപ്പോൾ ആ ഒരു ദിവസം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പോയി അല്ലെ നിങ്ങളുടെ ലിസ്റ്റ് അവർ കൊടുക്കും. ചിലപ്പോൾ 100 സ്ലോട്ടായിരിക്കും അല്ലെങ്കിൽ മേ ബി 200 സ്ലോട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹെൽത്ത് വർക്കർക്ക് അല്ലെങ്കിൽ വാർഡ് നമ്പർക്ക് നിങ്ങളുടെ വാക്സിനേഷൻ എടുക്കാൻ അല്ല ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ കോവിൻ സൈറ്റിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം.
മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ വാക്സിനേഷൻ ബുക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്രൗസർ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ആണ്. ഈ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ഔട്ട് ആവും. വീണ്ടും നമുക്ക് OTP കൊടുത്ത് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലോഗ് ഔട്ട് ആകാൻ നിൽക്കാതെ ഇതിനിടയ്ക്ക് തന്നെ നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ വീണ്ടും ഇത് റീസൈനും ചെയ്യേണ്ടതാണ്. അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഡോസ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കാണുന്ന ഡിലീറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഡിലീറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ഡോസ് എടുത്തതിൻ്റെ നമുക്ക് യാതൊരു ഇൻഫർമേഷനും പിന്നീട് ഉണ്ടാവില്ല. കാരണം നമ്മൾ വീണ്ടും ആധാർ നമ്പർ എൻ്റർ ചെയ്താൽ പോലും ആ പഴയ ഡീറ്റെയിൽസ് തിരിച്ചു വരില്ല. അപ്പോൾ ഇതുവരെയും വാക്സിനേഷൻ നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ രീതികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ വാക്സിൻ എടുക്കുക. അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾ പറയുന്ന കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ഒരു മഹാമാരിയെ നേരിടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.